ഓരോ മനുഷ്യരുടെ മനസ്സിൽ, ആത്മാവിൽ, ശരീരത്തിൽ, ജീവിതത്തിൽ, കുടുംബത്തിൽ, ജീവിത സാഹചര്യങ്ങളിലെല്ലാം ഇടപെട്ട് അവരെ ആത്മാവിൽ സന്തോഷിച്ച് സാക്ഷ്യം പറഞ്ഞ അനേകം സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും കർത്താവിനെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെയും കയറ്റി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, സാക്ഷിയായി ജീവിക്കുമെന്ന് കൂടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രതിജ്ഞ ചെയ്യണം. ഏറ്റവും അവസാനം കേട്ട സാക്ഷ്യം പാലക്കാട് ദീപ അച്ഛനോട് ചോദിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അങ്ങനെ അച്ഛൻ പറയാം എന്ന് കരുതുന്നു എന്ന് പറഞ്ഞാണ് സാക്ഷ്യം പറഞ്ഞത്. ഞാനത് അകത്തിരുന്ന് കേട്ടായിരുന്നു. ഞാനവരെ കണ്ടിട്ടില്ല, പക്ഷെ അവർ ചെയ്തത് നേരത്തെ ഉള്ളൊരനുഭവമാണെന്ന് തോന്നണത്. കുരിശുരൂപത്തെ സ്പർശിച്ചപ്പോൾ അങ്ങോട്ട് പിടിച്ചു വലിക്കണ പോലെ തോന്നി, ഭിത്തി തുറന്ന് അപ്പുറത്തേക്ക് പോണ പോലെ തോന്നി. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാണ് അവർ പറഞ്ഞത്. നേരത്തെ ഈ കുരിശുരൂപത്തെ തൊടുമ്പോഴും പരിശുദ്ധ അമ്മയെ തൊടുമ്പോഴും ഈ ഇതുപോലെ വൈബ്രേഷൻ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ അതുപോലെ തന്നെ കറണ്ട് അടിക്കുന്ന, തീ ചീറ്റണ പോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് സൗഖ്യവും നടന്നിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ വേറെ ഒരു സാക്ഷ്യം നമ്മളിന്ന് കേട്ടത്, കൃപാസനം പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊന്ന് ഒരു മിന്നൽ കണ്ടു. ആ സമയത്ത് 18 വർഷം പഴക്കമുള്ള എൻ്റെ നടുരോഗം സുഖപ്പെട്ടു എന്നുള്ള സാക്ഷ്യം നമ്മൾ കേട്ടു. ഇതുപോലെ കുറേ സാക്ഷ്യങ്ങൾ ഇപ്പോഴേ ഈ പത്രത്തെക്കുറിച്ച് കുറച്ച് ആൾക്കാർ, അവിശ്വാസികൾ വിവാദങ്ങൾ ഉയർത്തിയതിന് ശേഷം ഇപ്പോഴെങ്ങനെയാണ്, പത്രത്തെ തൊടുകയല്ല, പത്രം വായിക്കുമ്പോൾ തന്നെ സാക്ഷ്യം അനുഭവിക്കുന്ന ഒരു പുതിയ അധ്യായത്തിലേക്ക് പരിശുദ്ധമ്മ അടയാളങ്ങളെ മാറ്റുന്നത് പോലെ തോന്നണം. കാര്യം ഒരു അനുഭവമാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം പല ആൾക്കാർക്കും പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ വിടുതലും സൗഖ്യവും അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ പത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. പ്രത്യേകിച്ച് സാക്ഷ്യം പറഞ്ഞ എന്താണ്, 91 സാക്ഷ്യങ്ങൾ ഞാൻ വായിച്ചപ്പോൾ അമ്മയുടെ അടുത്തേക്ക് വരണമെന്ന് എനിക്ക് ശക്തമായ പ്രേരണ കിട്ടിയെന്നൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അതിനുശേഷം പിന്നെ സാക്ഷ്യാനുഭവങ്ങളുടെ വലിയൊരു ഘോഷയാത്രയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ പത്രം മുഴുവനും കർത്താവിൻ്റെ പ്രവർത്തികളാണ്. പിന്നെയുള്ള മറ്റതെല്ലാം എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കർത്താവിൻ്റെ വചനമാണ്. അതാണ് പത്രത്തിൻ്റെ പ്രത്യേകത. കൃപാസനം പത്രത്തിൻ്റെ പ്രത്യേകത എന്താ, മുഴുവനും കർത്താവിൻ്റെ പ്രവർത്തികളാണ്, വീര്യപ്രവർത്തികൾ. പിന്നെയുള്ളത് എന്താണ്, കർത്താവിൻ്റെ വചനം. ദാറ്റ് മീൻസ് എന്താ അർത്ഥം, വാക്കും പ്രവൃത്തിയുമാണ്. ദൈവത്തിൻ്റെ വാക്കും ദൈവത്തിൻ്റെ പ്രവൃത്തികളുമാണ് നമ്മൾ പത്രത്തിൽ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പല സ്ഥലത്തു നിന്ന് ഞങ്ങൾക്ക് സമ്മർദ്ദമാണ്. പത്രത്തിൻ്റെ ഡിസൈൻ മാറ്റണം, പത്രത്തിൻ്റെ എല്ലാവരെ കൊണ്ടും പത്രത്തിൽ ലേഖനം എഴുതിക്കണം, എല്ലാം തലകുലുക്കി കേട്ടോണ്ട് ഞാൻ പോരും. പക്ഷേ സമ്മതിക്കത്തില്ല. എന്താ കാര്യം, പത്രത്തിൽ വരേണ്ടത് മറ്റു പത്രങ്ങളിലേക്കാൾ ഇതിൻ്റെ വ്യത്യാസമെന്ന് പറയുന്നത് ഇതിൽ കർത്താവിൻ്റെ പ്രവൃത്തികൾ മാത്രമേ പാടുള്ളെന്ന് എപ്പോഴും എൻ്റെ മനസ്സ് എന്നോട് ശാസിക്കും. ഇതിൽ കർത്താവിൻ്റെ വചനം മാത്രമേ പാടുള്ളൂ. സങ്കല്പങ്ങളോ ചിന്തകളോ മറ്റുള്ളവരുടെ ആലോചന ഒന്നും കൃപാസനം പത്രത്തിൽ പാടില്ല എന്നുള്ളത് എപ്പോഴും ആന്തരികമായൊരു ശാസന അനുഭവിക്കുന്ന ഞാനാണ്. പിന്നെ ചിലപ്പോൾ അനുസരണയുടെ ഭാഗമായിട്ട് കുറേയൊക്കെ അനുസരിച്ച് പോകും. പക്ഷേ എങ്കിലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, കൃപാസനം എന്തിനുള്ളതാണ്, കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും ഉള്ളതാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കണം.
ബ്രദർ ജോയിച്ചൻ പറഞ്ഞ കറക്റ്റാണ്. ആദ്യം ഞങ്ങൾ കാലങ്ങൾ ചെയ്തത് പണവും കൊടുത്ത് പത്രവും കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. എന്തിനാണ്? കർത്താവിനെ അറിഞ്ഞ ഒരാളെങ്കിലും ഈശോയെ വിശ്വസിച്ച അവൻ്റെ ആത്മാവ് രക്ഷപ്പെടും. ആത്മാക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇനി ഈശോയ്ക്ക് പാപത്തിന് പരിഹാരം ചെയ്യാൻ വേറൊരു ഈശോയ്ക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് വി ഹാവ് ടു ഡു ദ റെസ്റ്റ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളാണ്. ദൈവത്തിന് ഒരു പഞ്ഞുമില്ല മക്കളെ. ഇപ്പം ദീപയുടെ തന്നെ ആദ്യത്തെ സാക്ഷ്യം എന്താ? ദൈവത്തിന് പഞ്ഞമില്ല. ആർക്കാണ് പഞ്ഞമുള്ളത്? ദൈവത്തെ അനുഭവിക്കാനുള്ള ആത്മാർത്ഥതയ്ക്കാണ് പഞ്ഞം വന്നിരിക്കുന്നത്. ഇപ്പം തന്നെ ദീപയുടെ വിഷയം എന്താണ്? പാലക്കാട് നിന്ന് അവൾക്ക് കടമുണ്ട്. ഇവിടം വരെ ആലപ്പുഴ വരെ വരാൻ വീട്ടുകാരെ സമ്മതിക്കണില്ല. കാര്യം വഴുതികളെ ഛർദ്ദിക്കണ വാഹനച്ചുരുക്കമുള്ള ആളായതുകൊണ്ടാണ് അങ്ങനെ വരണത്. പക്ഷെ അവർ ഒരു തീരുമാനമെടുത്ത്, എന്താണ്? ഞാൻ ഉപവസിക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം 2 ദിവസം 3 ദിവസം വീട്ടുകാർക്ക് മനസ്സിലായി അവളെ സീരിയസ് ആണെന്ന്. വീട്ടുകാർക്ക് മാത്രമല്ല മനസ്സിലായത്, ദൈവത്തിനും മനസ്സിലായി സീരിയസ് ആണെന്ന്. ദൈവത്തിനും മനസ്സിലാവണം സീരിയസ് ആണ് നമ്മളെന്ന്. അപ്പോൾ പിന്നെ വിഷയം തീർന്ന. ഉടമ്പടിയുടെ മുഴുവൻ മർമ്മം അതാണ്. ദൈവത്തിന് മനസ്സിലാകണം നിങ്ങൾ സീരിയസ് ആണെന്ന്. നിങ്ങൾ ഈ വിഷയത്തിൽ വളരെ ഒരടി പോലും പിന്നോട്ട് വെക്കത്തില്ലെന്ന് ദൈവത്തിന് മനസ്സിലായാൽ പിന്നെ ദൈവസാന്നിധ്യം കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴും 2004 ഡിസംബർ 7-ാം തീയതി 2:30 മണിക്ക് ഞാനാണ് അമ്മയെ നിങ്ങളെപ്പോലെ നേരിട്ട് കണ്ടതല്ലേ അല്ലേ? ഇനി ആരാണ് കാണേണ്ടത്? നിങ്ങൾ ഓരോരുത്തരുമാണ് അമ്മയെ കാണേണ്ടത്. ഇപ്പോഴെണ്ണം കൂടി വരുന്നുണ്ടല്ലോ. അമ്മയെ നേരിട്ട് കണ്ട ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ട് വരുന്നു. തങ്ങൾ വീട്ടിൽ വന്ന് കണ്ട് ഒരിക്കലും കാണാത്ത അമ്മയാണിത്. ഞാൻ ഈ അമ്മയെ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ വീട്ടിൽ വെച്ച് കണ്ട അമ്മയെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയെന്നൊക്കെ ആൾക്കാർ സാക്ഷ്യം പറയാനെന്താ ഇന്നും പറഞ്ഞില്ല. അതുപോലെ തന്നെ അപ്പം എന്തോ നമ്മളുടെ ചിന്തയിൽ നിന്നപ്പുറത്ത് വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നാണ് അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഒരു ആലോചന. കാര്യം സമയഘട്ടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ സമയം എപ്പോഴും അമ്മയ്ക്ക് സമർപ്പിക്കണത്. ഇപ്പം ഞാനിത് പറയുമ്പോഴേ നിങ്ങൾക്കറിയാം, ഞാൻ യൂട്യൂബ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ ഡേറ്റ് അടിക്കണ കാണാം. ഡേറ്റ് അടിച്ചുകൊണ്ടിരിക്കും. സെപ്റ്റംബർ 20, ഒക്ടോബർ 12 എന്നൊക്കെ പറഞ്ഞ് ഡേറ്റ് അടിക്കും. കംപ്ലൈൻറ്റ് പറയത്തില്ല, പ്രാർത്ഥന അപേക്ഷ പറയത്തില്ല, ഡേറ്റ് അടിക്കും. ഇൻ്റർവ്യൂ ഡേറ്റാണ് ഈ പറയണത്. ഇൻ്റർവ്യൂ ഡേറ്റ്, രജിസ്ട്രേഷൻ ഡേറ്റ്, അതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ ഡേറ്റ്, ഡെലിവറി ഡേറ്റ്, ഇനി കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഡേറ്റ്, ഇതൊക്കെയാണ് ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെന്ന് നോക്കിയാൽ മനസ്സിലാകും, കുറേ ഇങ്ങനെ കിടക്കണം കാണാം. എന്താണ്? സമയത്തിൻ്റെ അമ്മയാണ്. ആ സമയത്തിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി അമ്മയോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്കും അവസാനം ഈ ആരാധന അവസാനം ഞാൻ സമയം തരും, അപ്പം നിങ്ങൾ ഡേറ്റ് ഇടണം. അമ്മ ആ സമയത്ത് നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ദിവ്യകുർബാന ഇതുപോലെ തന്നെയാണ്. ചില സമയങ്ങളിൽ നമ്മൾ ദിവ്യകുർബാന തൊടുകയാണെങ്കിൽ അങ്ങോട്ട് അകത്തോട്ട് ഭരിക്കുന്ന പോലെ തോന്നും. എനിക്ക് കുറേ പ്രാവശ്യങ്ങൾ തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന കണ്ണീരോടുള്ള കമ്മ്യൂണിറ്റി വളരെ കറക്റ്റായ രീതിയിൽ വിശ്വസിക്കുന്ന പൊതുസമൂഹമാണെങ്കിലും ആരാധന ഉയർത്തുമ്പോൾ ആരാധന പെട്ടക്കും, ആരാധന ഉള്ളിലേക്ക് ഭരിക്കും. അത് ആ ഫീല് അത് വേറൊരു അന്തരീക്ഷമാണ്, ശരിക്കും വേറൊരു അന്തരീക്ഷമാണ്. അപ്പോൾ എനിക്കെപ്പോഴും തോന്നിയിരിക്കണം, എൻ്റെ മക്കളെ, നിങ്ങൾ എപ്പോഴും ഈ ഫെയ്ത്ത് മെയിൻ്റെനൻസ് നടത്തണം. വിശ്വാസത്തിൽ എപ്പോഴും അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കണം. വിശ്വാസത്തിൽ അറ്റകുറ്റപ്പണികൾ, നമ്മൾ അറ്റകുറ്റപ്പണി നടക്കുന്ന കുറവാണേ. നമ്മൾ എന്നാ ചെയ്യണമെന്ന് പറയണത്, നമ്മൾ നമ്മുടെ വിഷയത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ വിശ്വാസത്തിൽ പ്രാധാന്യം കൊടുക്കണം. എൻ്റെ വിശ്വാസം വർദ്ധിക്കാനും അതിൻ്റെ ചളക്കലൊക്കെ മാറ്റാനും
അതൊന്ന് രണ്ടാമത് ഡ്രൈ ക്ലീൻ ചെയ്യിക്കാനും അതുപോലെ വിശ്വാസം ഒന്ന് റീപ്ലേറ്റ് ചെയ്യിക്കാനും ഇങ്ങനെ വിശ്വാസം തിളക്കിയെടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ച കർത്താവായ ഈശോയെ, എൻ്റെ വിശ്വാസത്തെ പുതുതാക്കണമേ, എൻ്റെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കണമേ, എൻ്റെ വിശ്വാസത്തെ പുതുതാക്കണമേ, എൻ്റെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. പിന്നെ ആ കുട്ടി പറഞ്ഞത് കൃപാസനത്തിൻ്റെ എംബ്ലം ഐക്കൺ പോലെ തന്നെ ചിറകുകൾ കണ്ടുവെന്ന് പറഞ്ഞു അല്ലേ? അഗ്നിയും ചിറകുകളാണ്. ചിറകുകളുടെ സാക്ഷ്യം പിന്നെ എന്ത് മൂന്നാമത്തെ സാക്ഷ്യമാണ്. ചിറകുകൾ വാഗ്ദാന പേടകവുമായി ബന്ധപ്പെട്ടതാണ് ചിറകുകൾ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. വാഗ്ദാന പേടകത്തിൻ്റെ വചനം 11:19 കഴിഞ്ഞിട്ട് പിന്നെ 12:1. ഈ 12:1 വെളിപാട് പുസ്തകം 12:14 വരുമ്പോൾ അവൾക്ക് ചിറകുകൾ നൽകപ്പെട്ടു എന്നും പറഞ്ഞൊരു വചനമുണ്ട്. വെളിപാട് 12:14 അവൾക്ക് ചിറകുകൾ നൽകപ്പെട്ടു. ആ ചിറകുകൾക്ക് വലിയ കഴുകേണ്ടതുപോലെയുള്ള ചിറകുകൾ നൽകപ്പെട്ടു. ആ ചിറകുകൾ അടിച്ചവൾ സർപ്പത്തിൻ്റെ വായിൽ നിന്ന് മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമിയിൽ സമയവും സമയങ്ങളുടെ പകുതിയും സമയത്തിൻ്റെ പൂർണ്ണതയും അവളവിടെ സംരക്ഷിക്കപ്പെട്ടു. ചിറകുകൾ സംരക്ഷണത്തിൻ്റെയാണ്. ദൈവം നിന്നെ സംരക്ഷിക്കുമെന്നുള്ള സൂചനയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ എംബ്ലം തന്നെ 2 ചിറകുകൾ നിൽക്കുകയാണ്. എന്ത്? ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവ സംരക്ഷണം ലഭിക്കണ എവിടെയാണ്? മരുഭൂമിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് രോഗവും കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓർക്കരുത് ഞങ്ങൾ സംരക്ഷണത്തിൻ്റെ പുറത്താണെന്ന്. സംരക്ഷണം അകത്താണ്. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? ബൈബിളിലെ മരിയ സംരക്ഷണത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? മരുഭൂമിയിലാണ് സംരക്ഷിക്കപ്പെടുന്നത്. ആ മരുഭൂമി ഇപ്പം മരുഭൂമി പല രീതി വരാം. മരുഭൂമിയെക്കുറിച്ച് നിയമാവർത്തനം 32:10 എന്താ പറയണമെന്നറിയോ? മരുഭൂമിയിൽ പറഞ്ഞ് ശൂന്യത ഊരിയിടുന്ന മണലാരണ്യങ്ങളിൽ നിന്നെ കണ്ടെത്തി എന്നെ എടുത്ത് കണ്ണിലെ കൃഷ്ണപണി പോലെ സൂക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പം മരുഭൂമിയിലൂടെയാണ് നിൻ്റെ ജീവിതം പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ഉള്ളത്? ശൂന്യത മാത്രമേ ഉള്ളൂ, ഇല്ലേ? ശൂന്യതയുടെ എന്തെങ്കിലും സ്വരം കേൾക്കുമെന്നുണ്ടെങ്കിൽ ആരുടെ സ്വരമാണ് കേൾക്കണത്? ശൂന്യതയുടെ സ്വരമാണ് കേൾക്കണത്. അല്ലാതെ അപ്പൻ്റെയും സ്വരം കേൾക്കത്തില്ല, അയൽവാസിയുടെയും സ്വരം കേൾക്കത്തില്ല, ബന്ധുക്കളുടെയും സ്വരം കേൾക്കത്തില്ല. എല്ലാവരും കൈ ഒഴിയും. എല്ലാവരും കൈ ഒഴിയുമ്പോൾ നീ ഓർക്കണം, നിയമാവർത്തനം 32:10 ഞാൻ കടന്നു പോകുന്നത്. എന്താണ്? ശൂന്യതയുടെ ഓരിയിടൽ മാത്രമേ ഉള്ളൂ. മനുഷ്യൻ്റെ ഒരു സ്വരവുമില്ല. ഇപ്പം നമ്മൾക്ക് കടങ്ങളാണെങ്കിൽ ആരെങ്കിലും നമ്മുടെ അടുത്ത് വരുമോ? ആരും വരത്തില്ല. മനുഷ്യൻ്റെ ഒരു സ്വരവും കേൾക്കത്തില്ല. ശൂന്യത മാത്രം. നമുക്ക് രോഗമാണെങ്കിൽ ആരെങ്കിലും നമ്മളുടെ സഹായത്തിന് നമ്മളെ വിളിക്കുമോ? നമ്മളെക്കൊണ്ട് അവർക്ക് ആർക്കും പ്രയോജനമില്ല. നമ്മളെ കാണാമെന്ന് അവിടെ കാശ് പോവും. അപ്പോഴും ശൂന്യത മാത്രം. എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് ശൂന്യതയുടെ ശബ്ദമാണ്. പക്ഷെ നീ ഓർക്കണം, ആ ശൂന്യതയുടെ ഒടുവിൽ നിന്നെ കോരിയെടുക്കാൻ ഈ മരുഭൂമിയിൽ നിൻ്റെ സംരക്ഷണത്തിന് നിൻ്റെ ദൈവമുണ്ടെന്ന് കൈയിട്ടിച്ച് കർത്താവ്.
പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമ്മൾ ചെയ്യണത് ഈ വിശ്വാസവും വിശ്വസ്തതയും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. ഉടമ്പടിയാണ് നമ്മൾ ചെയ്യണത് അല്ലേ? ഉടമ്പടി വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയല്ല. എന്തിൻ്റെ പ്രാർത്ഥനയാണ്? വിശ്വസ്തതയുടെ പ്രാർത്ഥനയാണ്. അപ്പോഴെൻ്റെ മക്കൾ അറിയേണ്ടത് എന്താണ് വിശ്വാസം, എന്താണ് വിശ്വസ്തത, വിശ്വാസവും വിശ്വസ്തതയും തമ്മിലുള്ള പ്രത്യേകത എന്താണെന്നറിയണം. വിശ്വാസം എന്ന് പറയുമ്പോൾ ഒരു എന്തേ ഉള്ളൂ, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ വിശ്വസ്തത എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവം നമ്മളിലും വിശ്വസിക്കുന്നു, അതാണ് സംഭവം, അതാണ് വിശ്വസ്തതയും. അതുകൊണ്ടാണ് വിശ്വാസത്തിന് മറുപടി കിട്ടാത്തത് വിശ്വസ്തതയ്ക്ക് കിട്ടിയേ മതിയാവത്തുള്ളൂ. യു ഗോട്ട് ദ പോയിന്റ്? മനസ്സിലായ? വിശ്വാസം സിംഗിൾ ഫേസ് ആണെങ്കിൽ വിശ്വസ്തത ട്രിപ്പിൾ ഫേസ് ആണ്. വിശ്വാസം കൊണ്ട് കറക്കാത്ത എൻജിൻ വിശ്വസ്തത കൊണ്ട് കറങ്ങിയേ പറ്റത്തുള്ളൂ. കൈയടിച്ച് കർത്താവ് അതാണ് 2 തിമോത്തി 2:13. നിങ്ങൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും പറഞ്ഞേ, ദൈവം വിശ്വസ്തനായി തുടരും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുവാൻ അവന് കഴിയില്ല. നിങ്ങൾ അവിശ്വസ്തരായി തുടരുമ്പോഴും 2 തിമോത്തി 2:13 നിങ്ങൾ അവിശ്വസ്തരായി തുടരുമ്പോഴും ദൈവം വിശ്വസ്തനായി തുടരും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുവാൻ അവന് കഴിയില്ല. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേക കാരണവശാൽ ഉടമ്പടിയിൽ എന്തെങ്കിലും ലംഘിച്ചെന്ന് പോകുന്നതുകൊണ്ട് നിങ്ങൾ ഡൗൺ ആകരുത്. പറഞ്ഞ അച്ഛൻ മനസ്സിലായില്ലേ? ചില ആൾക്കാർക്ക് അങ്ങനെ കുറ്റബോധമുണ്ട്. അയ്യോ ഞാൻ പ്രാർത്ഥനയ്ക്ക് താമസിച്ചു പോയില്ല, അയ്യോ ഉപവസിക്കാൻ ഒത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർക്ക് ഡൗൺ. അത് എൻ്റെ ഉടമ്പടി പൊട്ടിപ്പോയി, അങ്ങനെ ധരിക്കരുത്, അത് മണ്ടത്തരാ. എന്താ കാര്യം? 2 തിമോത്തി 2:13 എന്താണ്? നമ്മൾ അവിശ്വസ്തരായാൽ, ഉടമ്പടി വിശ്വസ്തതയുടെ പ്രാർത്ഥനയാണ്, പ്രെയർ ഓഫ് ഫിഡലിറ്റിയാണ്. അതാണ് എൻ്റെ ഗ്യാരണ്ടി എന്ന് പറയണത്. കാര്യം എന്താ? അത് 2 തിമോത്തി 2:13 മറക്കരുത്. എന്താണ്? നമ്മൾ അവിശ്വസ്തരായാലും അവൻ വിശ്വസ്തനായി തുടരും. ഇത് ബയലാട്രൽ എഗ്രിമെൻ്റ് അല്ലേ, ഉഭയകക്ഷിയല്ലേ. ഇപ്പോൾ 2 പേരുണ്ടല്ലോ. അപ്പോൾ ഒരാളുടെ തെറ്റിപ്പോയാലും, ഇപ്പം നിൻ്റെ അപ്പൻ മരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ആശുപത്രിയിലായിരുന്നു, ഇപ്പോൾ ഗർഭിച്ച് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, ആശുപത്രിയിലായിരുന്നു എന്ന് പറഞ്ഞു, തുണ സഹോദരിയായിട്ട് പോയാണെന്ന് തോന്നണു. അപ്പോൾ അവർക്ക് വരാൻ ഒത്തില്ല. അപ്പോൾ അവർ വിചാരിച്ചു എൻ്റെ ഉടമ്പടി തീർന്നെന്ന് വിചാരിക്കും. അങ്ങനെ തീരത്തില്ല. എന്താ കാര്യം? കർത്താവ് അത് കണ്ടിന്യൂ ചെയ്യും. അത് നീ മനസ്സിലാക്കണം. ദൈവത്തെ ജീവനെപ്പോലെ കാണുകയും ജീവനുള്ള വ്യക്തികളോട് ഇടപെടുന്നതിനേക്കാൾ സത്യസന്ധമായി ദൈവം ഇപ്പോൾ അവൾ എന്നാ പറയണത്, ആ കൊച്ചിൻ്റെ സാക്ഷി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു 10 ഏക്കർ മുല്ലപ്പൂ തോട്ടത്തിൽ നിൽക്കണ പോലെ ഒരു സ്മെല്ല് എൻ്റെ തലച്ചോറിലൊക്കെ ഇടിച്ച് കയറിയെന്നല്ല പറയണത്. അച്ഛല അതൊക്കെ അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരിന്നുണ്ട്. ഒരു സെക്കൻഡാണത്, 1 സെക്കൻഡാ എന്നുവെച്ചാൽ പ്രസൻസ്, ഒരു ഹൈ പറഞ്ഞിട്ട് പോണതാ. എന്നിട്ട് അതിൻ്റെ അർത്ഥം എന്താ? നീ വിഷമിക്കണ്ട, ഞാൻ ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ട്. അത് ഈ മുല്ലപ്പൂ മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ തരത്തിലുള്ള ഫീലിംഗ് ഉണ്ടാവും. നിങ്ങളത് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. ചില സമയത്ത് ഞാൻ സ്വരം കേൾക്കും, നിങ്ങൾക്കും സ്വരം കേൾക്കും. പക്ഷെ അത് ദൈവത്തിൻ്റെ സ്വരമാണെന്ന് അറിയണ്ടേ? ഈ ബഹളത്തിനിടെ അറിയത്തില്ലല്ലോ. പക്ഷെ നമ്മൾ ദൈവത്തെ തന്നെ ശ്രദ്ധിച്ചു പോകുന്ന ഒരാളാണ്. അങ്ങനെ മനസ്സിനെ, ഒരു ആത്മാവിനെ ഒന്ന് പരിശീലിപ്പിച്ച് ഏകാഗ്രത സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ അടയാളങ്ങൾ, സ്വപ്നങ്ങൾ, ദർശനങ്ങൾ എല്ലാം ദൈവം നമ്മോട് സംവേദിക്കുന്നുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഉടമ്പടി വിശ്വാസികൾ എന്ന നിലയിൽ, വിശ്വസ്തതയുടെ കുഞ്ഞുങ്ങൾ എന്ന നിലയിൽ
അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ആ സാന്നിധ്യത്തിന് അനുഭവിക്കാൻ പറ്റിയ ആന്തരിക ഏകാഗ്രതയാൽ എൻ്റെ ആന്തരിക മനുഷ്യനെ, എൻ്റെ ആന്തരിക ഇന്ദ്രിയങ്ങളെ തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണമേ. സ്തുതികളെ ഹല്ലേലൂയ. കാരുണ്യത്തിന് ഇപ്പോൾ നിങ്ങൾ ഇപ്പം അച്ഛൻ ചിലരെന്നോട് പറയും, അച്ഛാ വീടില്ല എന്ന് പറയാം. അപ്പം ഞാൻ തിരിച്ച് എന്നാ ചോദിക്കണേ, സ്ഥലമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ സ്ഥലമില്ല, കടമാണെന്ന് പറയും. സ്ഥലമില്ല, കടമാണെന്ന് പറയും. അപ്പോഴും കൈവച്ച് പ്രാർത്ഥിക്കും. എന്താ കാര്യം എന്നറിയാമോ? ഈ ദൈവത്തിൻ്റെ കയ്യിൽ ദൈവം എന്ന് പറയുന്നത് എന്താ? അനന്തമായ സാധ്യതയാണ്. അതെപ്പോഴും ഓർത്തേക്കണം. കർത്താവ് ചോര വിയർക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞത് എന്താ? ദൈവം അനന്തമായ സാധ്യതയാണെന്നാണ് പറഞ്ഞത്. ഇപ്പം മർക്കോസ് 13 നാം വായിക്കണില്ലേ? പിതാവേ അങ്ങേക്ക് ഒന്ന് ശ്രദ്ധിച്ച മക്കളെ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മർക്കോസ് 14:36 എന്താണ്? പിതാവേ അങ്ങേക്ക് എന്ന് പറഞ്ഞേ എല്ലാം സാധ്യമാണ്. അപ്പോൾ നിനക്കൊരു കോടി കടമുണ്ടെന്ന് പറഞ്ഞാലൊന്നും ഉടമ്പടിയിൽ അത് വിഷയമല്ല. എന്താ കാര്യം? നമ്മളെ കർത്താവിൻ്റെ വചനം വചനം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. എന്താ? മർക്കോസ് 14:36 എന്താണ്? പിതാവേ അങ്ങേക്ക് എല്ലാം സാധ്യമാണ്. എനിക്ക് വീടില്ല, പക്ഷെ സ്ഥലവുമില്ല. പിന്നെ എന്താ? കടവുമാണ്. അപ്പോൾ തിരച്ചിനമല്ല, ആഴമാണെന്ന് വിചാരിച്ചോ? ആഴമാണ്. ഈ ആഴമാണെങ്കിലും ഇപ്പം വീടില്ല, സ്ഥലവുമില്ല, പിന്നെ എന്താണ്? കുഴിയുമാണ്, കടവുമാണെന്ന് അല്ലേ? അതാണല്ലോ ബൈബിൾ പറയണത്. ഇവിടെയല്ല വിശ്വാസം വേണ്ടത്. ആദ്യ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചപ്പോൾ ഭൂമി രൂപരഹിതമായിരുന്നു. ആഴത്തിൻ്റെ മീതെ അന്ധകാരം. ആഴം ഇവിടം വരെ ഉണ്ടെന്ന് അറിയാൻ പാടില്ലെന്ന്. അതല്ലേ അന്ധകാരം എന്ന് പറയണത്. ആഴത്തിൻ്റെ മീതെ പിന്നെന്താ ഉള്ളത്? അന്ധകാരം. അളക്കാൻ പറ്റാത്തതാണ്. ദ ഫാദംലെസ് അബീസ്. അളക്കാൻ പറ്റാത്ത ആഴങ്ങൾ. അതിൻ്റെ മീതെ, ആ ജലരാശിക്ക് മീതെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കണത്. കൈയിട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. മക്കളെ, അച്ഛനിലൂടെ ഇപ്പോൾ ഈശോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? എന്തെങ്കിലും നിൻ്റെ കയ്യിൽ വേണമെന്നൊരു നിർബന്ധവുമില്ല. പിന്നെന്താ വേണ്ടത്? വിശ്വാസം മാത്രം മതി. ഇപ്പോൾ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ? എന്നാ കേട്ടത്? പനി പിടിച്ചു, പിന്നെ വേറെ പറയപ്പെടാത്ത വൈദ്യശാസ്ത്രത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അപൂർവ രോഗമായി വെന്റിലേറ്ററിലായിപ്പോയി അല്ലേ? എന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻറ്റിനെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഹെലികോപ്റ്ററിലാണ് കൊണ്ടുപോകുന്നത്. ആ സാക്ഷ്യം കേട്ടായിരുന്നോ? കേട്ടില്ലേ? ഉടമ്പടി തൈലം കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി തേച്ചപ്പോൾ ആ നിമിഷം മുതൽ മരുന്ന് പിടിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അപ്പം മരുന്ന് പിടിപ്പിച്ചത് എന്താ? വിശ്വാസമാണ്. എല്ലാം പിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്ദേശം, എൻ്റെ നടപടി എന്താണ്? വിശ്വാസമാണ്. ആരുടെയെങ്കിലും ഒരാളുടെ വിശ്വാസം മതി.
ഇന്ത്യയിലിരുന്ന് വിശ്വസിച്ചാൽ മതി, സ്റ്റേറ്റിലെ രോഗിയിൽ മരുന്ന് പിടിച്ചോളൂ. ആ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല, അത് കർത്താവിൻ്റെ കയ്യിൽ തന്നെയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. ഇപ്പം അവസാനം സാക്ഷ്യം പറഞ്ഞ വിശാലില്ലേ, വിശാലിൻ്റെ ബെഡ്റൂമിന് എത്രയാ? 25. മിനിറ്റ്സ് എന്ത് ചെയ്യണം? കരള് മാറ്റി വെക്കണം. വിശാൽ ഇവിടെ വരുമ്പോൾ പ്രാർത്ഥനാ ദിവസമല്ല, ഇതുപോലെയുള്ള പ്രാർത്ഥനാ ദിവസമല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയല്ലേ വന്നത്? കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിശാൽ വരണത്. ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ലാസ്റ്റ് നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ എടുക്കത്തില്ലേ, കർത്താവിനൊക്കെ ഒരു തേർഡ് ഓപ്ഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ്. എന്തെങ്കിലും സാധ്യത കർത്താവിനുണ്ടോ എന്ന്. 14:36 ആ സാധ്യത. എന്താണ്? കർത്താവ് അങ്ങേക്കെല്ലാം സത്യമാണ്. ആ മരിയൻ തപസ്സിൻ്റെ ഇടക്കാണ്, ഈ ബഹളത്തിനിടക്കാണ് വിശാലിൻ്റെ ശിരസ് കൈവെക്കണത്. പിന്നീട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പറയണത് ഇവിടെ, അല്ലേ? ഇപ്പോൾ റിപ്പോർട്ട്. ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കണമെന്നറിയാവോ? എന്താ മനസ്സിലാക്കണത്? കർത്താവിൻ്റെ കയ്യിൽ നിൻ്റെ ജീവിതത്തിൻ്റെ അവസാന വാക്കാരാ പറയേണ്ടത്? ജപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ബാങ്ക് മാനേജറല്ല, പൊളിച്ചു മാറ്റുമെന്ന് പറയുന്ന കോർപ്പറേഷനല്ല. നിൻ്റെ ജീവിതത്തിൻ്റെ അവസാന വാക്ക് പറയേണ്ടത് ആരാണ്? കർത്താവാണ്. ദൈവവേദനേ, നിന്റെ ജീവിതത്തിലെ അവസാന വാക്ക് പറയേണ്ടത് കർത്താവാണെന്ന് ആത്മാവ് നിന്നോട് തോന്നിക്കുമ്പോൾ നീ സാക്ഷിയായി കൈയടിച്ച് കർത്താവ്. ഈ തട്ടി ഉണർത്തുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ ബൈബിളിലുണ്ട്. തട്ടി ഉണർത്തുക എന്ന് പറയാൻ. അപ്പം നിന്നെ രക്ഷിക്കാനുള്ള ഒരു മാർഗവും ഇല്ല. ഏത് രീതിയിൽ നീ രക്ഷപ്പെടുമെന്ന് നിനക്കൊരു ഐഡിയയുമില്ല. ഗവൺമെൻറ് നിനക്കെതിരെ, നാട്ടുകാരെതിരെ, അധികാര സ്ഥാനങ്ങളും ബന്ധുക്കളുമെതിരെ സൂസന്ന തോട്ടത്തിൽ വാവിട്ട് നിലവിളിച്ചെന്നും പറഞ്ഞ ബൈബിളില്ലേ? ദാനിയേലിൻ്റെ പുസ്തകം 13:45. സൂസന്ന പെട്ടുപോയി എന്ന് തോന്നുന്ന സമയമുണ്ട്. ചിലപ്പോൾ നീയും പെട്ടുപോയതുപോലെ ഒരു അവസ്ഥയായിരിക്കും നിനക്ക്. പക്ഷേ നീ പെട്ടുപോകണോ വേണ്ടെന്ന് തീരുമാനിക്കണം ആരാണ്? നിന്നെ സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവത്തിന് സൂസന്ന കണ്ണുനിറ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ബാലനായ ദാനിയേലിനെ കർത്താവ് അവൻ്റെ ആത്മാവിനെ തട്ടി ഉണർത്തിയെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലെ നീ ഉടമ്പടി ചെയ്യുമ്പോൾ ആ ഉടമ്പടി നീ വിശ്വസ്തയാണെങ്കിൽ നിന്നെ രക്ഷിക്കാനുള്ള ആളെ, അജ്ഞാതനായ വ്യക്തിയെ നിന്റെ ദൈവം നിനക്ക് വേണ്ടി തട്ടി ഉണർത്തും. ദിവ്യകാരുണ്യത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യം കേട്ടായിരുന്നു. കോലഞ്ചേരി സാജു എന്ന് പറയുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാക്ഷ്യങ്ങളൊന്നാണ്. സാജുന് ഇതുപോലെ 1,25,00,000 രൂപ കടമായിട്ട് ഹോട്ടൽ പൂട്ടുകയാണ്. എന്നിട്ട് അയാൾ നാട് വിടും. ഹോട്ടൽ പൂട്ടി കരക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയി ഹോട്ടലിൽ പൂട്ടും. എന്നിട്ട് അങ്ങനെ എന്ത് ചെയ്യും? ജീവിക്കാൻ വേണ്ടി ഡൽഹി പോകും. അവിടെ പോയി 14,000 രൂപയുടെ ജോലിയാണ് ചെയ്യണത്. അതായത് ബാക്കി ഒരു 9,000 രൂപ ചിലവ് കഴിഞ്ഞ് മിച്ചമുള്ളത്, അതുകൊണ്ടൊന്നും കിട്ടത്തുമില്ല. ആളും അകപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം ഉടമ്പടി ചെയ്തിട്ടാണ് നാട് വിട്ടു പോണത്. നീ നാട് വിട്ടു പോകുന്ന മുമ്പ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു പരിപാടി എന്താ? ഉടമ്പടിയാ. എന്താ കാര്യത്തിൽ അറിയാവോ? അമ്മ കൂടെ വരും. അതാണ് പ്രശ്നം. അമ്മ കൂടെ വരും. പക്ഷേ സാജു വിചാരിക്കാത്തൊരു സംഭവം നടന്നു. ഹോട്ടൽ പൂട്ടിപ്പോയല്ലോ, പക്ഷേ തട്ടി ഉണർത്തി. ആരെ? അമ്മായിയപ്പനെ തട്ടി ഉണർത്തി. അമ്മായിയപ്പൻ ഇവൻ നാട് വിട്ട് പോയപ്പോൾ മകളോട് പറഞ്ഞു, എടി എനിക്ക് പടിയൊന്നും അറിയാൻ പാടില്ല, എന്നാലും നമുക്ക് രണ്ടും കൂടി ഹോട്ടലൊന്ന് തുറന്നാലോ എന്ന് വിചാരിച്ചു. ഒരു സീൻ, ഒരു സ്റ്റോറി പോണ അതിൻ്റെ മൂവ്മെൻറ്റ്സ് കണ്ടില്ലേ? സാജു ഒരിക്കലും അമ്മായിയപ്പൻ ഹോട്ടലിൽ അങ്ങനെ ഒരു ബിസിനസ് ചെയ്യണ ആളല്ല. ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അങ്ങനെ. പക്ഷേ ദൈവത്തിനറിയാം ആർക്കെല്ലാം എന്തെല്ലാം കഴിവുണ്ട്. ഇനി കഴിവില്ലെങ്കിലും കഴിവുണ്ടാക്കാൻ, ഇല്ലാത്തവർക്ക് ഉണ്ടാക്കാൻ കർത്താവിന് കഴിയും. അപ്പോൾ അമ്മായിയപ്പൻ്റെ
ആത്മാവിനെ കർത്താവ് തട്ടി ഉണർത്തിയപ്പോഴേ മരുമകൻ നാടുവിട്ട് പോയില്ല. അങ്ങനെ മകളോട് ചോദിച്ചു, എടി നമുക്ക് രണ്ടുപേരും കൂടി ഇതൊന്ന് തുറന്നാൽ എന്താണെന്ന് ചോദിച്ചു. അവരത് തുറന്നത് കൊണ്ട് കാര്യമായില്ല, കസ്റ്റമേഴ്സിനെ കിട്ടണ്ടേ. അപ്പം അതിന് ദൈവത്തിന് വേറൊരു പാക്കേജുണ്ട്, ഏൽപ്പിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ പാക്കേജുണ്ട്. പഴയ നിയമം മുഴുവനും റിച്ചാണ് ഈ വിഷയത്തിൽ. ദൈവം ഏൽപ്പിച്ച് കൊടുത്തു എന്ന് പറയും. ഐസിയായുടെ പ്രവചനം 41:4 രാജാക്കന്മാരെ നിനക്ക് കീഴ്പ്പെടാൻ വേണ്ടി ജനതകളെ ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. രാജാക്കന്മാരെ, അത് വലിയ അധികാരങ്ങളുള്ളവരെ, രാജാക്കന്മാർ നിനക്ക് കീഴ്പ്പെടാൻ വേണ്ടി ജനതകളെ ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുമെന്ന്. കസ്റ്റമേഴ്സിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആരാ? അമ്മയപ്പനും ഒരു മോളും കൂടി കച്ചവടം തുടങ്ങിയപ്പോൾ ഉണ്ട് കർത്താവ് കസ്റ്റമേഴ്സിനെ ഏൽപ്പിച്ചു കൊടുത്തു. എന്താണ്? ആൾക്കാരിങ്ങനെ നിറയെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹോട്ടൽ വിജയമായി. സാജു ഉണ്ടായിരുന്ന കാലത്തേക്കാളും കച്ചവടം അറിയാൻ പാടില്ലാത്തവർ, കടക്കാരൻ അറിയാൻ പാടില്ലാത്തവർ ചെയ്തപ്പോൾ കർത്താവ് തന്നെ അതിൻ്റെ മാനേജറായി. കർത്താവിന് പണ്ട് മുതലുള്ള പരിപാടിയാണ്. ഏൽപ്പിച്ചു കൊടുക്കുമ്പം തട്ടി ഉണർത്തുമ്പോഴും കസേര കർത്താവ് ഇരിക്കും. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു കസേര കർത്താവിന് ഇട്ടണം, നല്ലതായിരിക്കും. ചില വിശുദ്ധന്മാരൊക്കെ അവിടെ മുറിയിൽ ഒരു കസേര വെറുതെ ഇടും, എന്നിട്ട് കർത്താവുമായിട്ട് സംസാരിക്കും. അങ്ങനെ നിൻ്റെ ജീവിതം പഠനമുറിയിലായാലും നിൻ്റെ വീട്ടിലായാലും അടുക്കളയിലായാലും ഒരു കസേര ഒഴിച്ചിട്ടിട്ട് പറയാം, കർത്താവേ ഇത് നിൻ്റെ കസേര, എനിക്ക് നിനക്കും കൂടി സംസാരിക്കാനുള്ള കസേര. അത്രയും സത്യമായിട്ട് അത്രയും സ്നേഹത്തോടെ വിശ്വസിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ ആക്രാന്തം കാണിച്ചില്ലെങ്കിലും ദൈവത്തോട് ദൈവത്തിൻ്റെ രീതിയിൽ പ്രതീക്ഷിക്കണം. നമ്മളാണ് പറഞ്ഞു, മനസ്സിലായില്ല? ആക്രാന്ത സ്വാർത്ഥതയെന്ന് വരുന്നതാണ്. അങ്ങനെയല്ല, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ റേഞ്ചിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. മനസ്സിലായില്ല? അതാണ് കർത്താവ് ചെയ്തത്. പിതാവേ, അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണെന്നാണ്. അപ്പം നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ മെഗ്നാനിമിറ്റിയിലാണ്, അനന്ത സാധ്യതയിലാണ് നമ്മൾ, ആ അതിശയ സാധ്യതകളിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, അങ്ങയുടെ അനന്തമായ അതിശയ സാധ്യതകളിലെ വിശ്വസിക്കാനുള്ള കൃപ നൽകണമേ. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമേ. അതായത് ദൈവത്തെ ഇങ്ങനെ വിശ്വസിച്ച് നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെ കണ്ടെത്താൻ പറ്റിയ ഒരു ഉപഭോഗ വസ്തുവായിട്ട് ദൈവത്തെ മാറ്റരുത്. പക്ഷെ അതേസമയം തന്നെ നീ ദൈവത്തിനൊപ്പിച്ച് ജീവിക്കാമെന്ന് കൂടി നീ മനസ്സിൽ ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിക്കാം. കാര്യം കണ്ടതിന് ശേഷം നിൻ്റെ പഴയ ലോകാരൂപിലേക്ക് നീ പോകത്തില്ല. ഇങ്ങനെ കുറേ ഒത്തുതീർപ്പുകൾ നിങ്ങൾ ദൈവത്തോട് ചെയ്യുകയാണെങ്കിൽ ദൈവം കുറച്ചുകൂടി നമുക്ക് ടാൻജിബിളാകും, സ്പർശ്യമായ രീതിയിലാകും. സാജുവിൻ്റെ കാര്യം ഞാൻ രണ്ടാമത്തെ സാക്ഷ്യം, അദ്ദേഹത്തിന് കുറേ റിജക്ഷൻ വന്നു വിസയിൽ. അവസാനം ഇസ്രയേലിലെ വിസയ്ക്ക് ഇൻ്റർവ്യൂ കിട്ടി. ഇൻ്റർവ്യൂ കിട്ടിയപ്പോൾ എന്നാ പ്രശ്നം, അതിൽ സിറിയയുടെയും ജോർദാനിൻ്റെയും വിസ ഇഷ്യൂ ചെയ്തിട്ടുള്ള രേഖകൾ പാസ്പോർട്ടിലുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂക്കാരൻ എന്നാ ചോദിക്കണത്, നേരത്തെ വിസ വെച്ചിട്ട് ഞാൻ കാര്യം 41 വയസ്സുള്ളത് കൊണ്ടാണ്, ഏജ് ഓവർ ആയതുകൊണ്ടാണ്. എന്നിട്ടും അമ്മ തീരുമാനിച്ചാൽ ഏജൊക്കെ തീരുമാനിക്കുന്നത് ആരാ? സമയം അല്ല ഏജ് എന്ന് പറയണത്. ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമയമാണ്. സമയം തീരുമാനിക്കുന്നത് ആരാണ്? അമ്മയാണ്. സമയവും അമ്മയ്ക്ക് കീഴ്പ്പെടുത്തിയിരിക്കണതാണ്. ദൈവം അത് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സമയം ആയില്ല എന്ന് പറയുമ്പോൾ അവൻ പറയണത് പോലെ ചെയ്ത് സമയം ആക്കിയെടുക്കാനുള്ള മധ്യശക്തിയാണ് അമ്മയുടേതാണ്. ഏജ് ഓവറായെന്ന് പറയുമ്പോഴേ അതാരാണ്? സാജുവിൻ്റെ ഏജ് ഓവറായ ഇല്ലെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഫോറിൻ കൺട്രീസ് അല്ല. ആരാണ്? അമ്മയാണ് തീരുമാനിക്കുന്നത്. 41 വയസ്സിൽ വിളിക്കും. അമ്മ തീരുമാനിച്ചുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? ടെക്നിക്കൽ ട്രബിൾസ് എല്ലാം ഓവർലുക്കാവും. ടെക്നിക്കൽ ട്രബിൾസ് എന്താ? ജോർദാനിലും സിറിയയിലും പോയ ഇസ്രായേൽക്കാരൻ എടുക്കത്തില്ല ആളാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ എന്താ ചോദിക്കണത്? നിങ്ങൾ എന്നാത്തിനാണ് ജോർദാനിൽ പോയത്? എന്നാത്തിനാണ് സിറിയയിൽ പോയത്? സദ്യ പോയിട്ടില്ലേ? അന്ന് പോകാൻ ഒത്തില്ല. അതിൻ്റെ രേഖകൾ പാസ്പോർട്ടേ വന്നു. അതിനെന്തും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന
ഇയാൾ സ്വപ്നത്തിൽ പോയി ഓർക്കണില്ല. അപ്പം ഇരുന്ന് വിയർക്കുക മാത്രമല്ലാതെ വേറെ മറുപടിയില്ല. ഇപ്പം വിയർത്തപ്പോഴേ അമ്മ വേറെ ഒരു പരിപാടി കാണിച്ചു. എന്താണെന്നറിയാമോ? ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ ചെയ്തവനെ അവിടെ നിന്ന് ബോയ് പുറകോട്ട് വിളിച്ചു. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്ത ആൾ പോയി നാരങ്ങ വെള്ളം കുടിച്ചു വന്നപ്പോൾ അങ്ങോട്ട് അകത്ത് ചോദിച്ച ചോദ്യമൊക്കെ അതിൽ മറന്നുപോയി. വിസായിഷു ചെയ്തു. അമ്മയുടെ കയ്യിൽ കുറേ പരിപാടികളുണ്ട്. നമുക്ക് ചില ആൾ വിസ്മയിച്ചു പോകും. പക്ഷെ നമ്മൾ വിശ്വാസത്താലും ദൈവത്തെ വിസ്മയിപ്പിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ കണ്ട് നമ്മൾ വിസ്മയിക്കണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? വിശ്വാസത്താൽ. ഇപ്പം ശതാധിപൻ്റെ കഥ പറയത്തില്ലേ? ശതാധിപൻ്റെ ഭൃത്യന് അസുഖമായിട്ട് കിടക്കുമ്പോഴേ ശതാധിപൻ എതിരെ വന്ന് പറയും, അങ്ങൻ്റെ വീട്ടിൽ എഴുന്നള്ളി വരാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറയുമ്പോഴേ കർത്താവ് എന്താണ് വചനം എന്താ പറയണത്? ഇപ്പം 7-ാം അധ്യായത്തിൽ എൻ്റെ 7-ാം വചനമാണെന്ന് തോന്നുന്നു, ലൂക്കായുടെ സുവിശേഷം. അവരുടെ വിശ്വാസം കണ്ട് അവൻ വിസ്മയിച്ചു എന്ന. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അടയാളം കണ്ട് നമ്മൾ വിസ്മയിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ വിശ്വാസം കണ്ട് ദൈവം വിസ്മയിക്കണം. കൈ അടിച്ച് കർത്താവ് ഇനി ഡേറ്റുകൾ, സമയങ്ങൾ ഓർക്കാം. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഡേറ്റുകൾ, സമയങ്ങൾ. സ്ഥലമളവിന് ഡേറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓർക്കാം. കോടതി കേസ് ഉണ്ടെങ്കിൽ ആ ഡേറ്റ് ഇപ്പോഴും പരിശുദ്ധ അമ്മ വഴി ഇങ്ങനെ പറയണം കേട്ടോ. ഈ ഡേറ്റ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കണം എന്ന് പറയും. കുട്ടികളില്ലാത്തവരെ, കുട്ടികളുണ്ടാകാൻ സാധ്യതയുള്ള ഡേറ്റ് ഉണ്ടെങ്കിൽ അതിപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ളവർ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഡേറ്റ് ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. കേസ് നടക്കുന്നവരെ, വിസ്താരം നടക്കുന്നവരെ, വിധി പ്രതീക്ഷിക്കുന്നവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, എക്സാമിനേഷൻ്റെ റിസൾട്ട്, യോഗ്യതാ പരീക്ഷ, OET, മത്സര പരീക്ഷകൾ, PSC ടെസ്റ്റുകൾ, അങ്ങനെയുള്ള മത്സര യോഗ്യത പരീക്ഷകളുടെയൊക്കെ ഡേറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോഴേ പറയാം, പരിശുദ്ധ അമ്മ വഴി ഈ തീയതി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് കയറിപ്പോകേണ്ട ഡേറ്റ് ഉണ്ടെങ്കിൽ ആ ഡേറ്റ് ഇപ്പോഴേ സമർപ്പിക്കാം. വീട് വെക്കുക, ഗൃഹപ്രവേശം, വീടിന് അടുത്തറ ശിലാസ്ഥാപനം, ഡേറ്റുകൾ ഇപ്പോഴേ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക്. മനസ്സമ്മതം, കല്യാണം, കല്യാണ ആലോചനയ്ക്കായിട്ടുള്ള യാത്ര, ഡേറ്റുകൾ കർത്താവിനെ സമർപ്പിക്കുക. സ്ഥലം രജിസ്ട്രേഷൻ, സ്ഥലം അളവ്, തീയതി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. എന്നെ ശ്രവിക്കുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളിലും സംസ്ഥാനങ്ങളിലും മറ്റ് വീടുകളിലൊക്കെ ഇരുന്നുകൊണ്ട് നാട്ടിലൊക്കെ ഇപ്പോൾ ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ അവിടെ ഡേറ്റുകൾ ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് തീയതികളെ സമർപ്പിക്കുക. ഞങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെ ഓർക്കുക. അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. എപ്പോഴും മക്കൾ ഓർക്കേണ്ടത്, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഒരിടത്ത് നിൽക്കുമ്പോൾ അവിടെ നടക്കുന്ന ആരാധനയാണ്. തന്നെയല്ല, ആരാധന നടക്കുന്ന സമയത്താണ് അമ്മ അന്ന് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ എന്ത് നിങ്ങൾ സമർപ്പിച്ചാലും ഈ മണ്ണിന് വന്നു വരുമ്പോൾ ഇതിൻ്റെ വിഷയം ഒന്ന് മാറും. എന്നിട്ട് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന് നിങ്ങൾ മനസ്സിൽ പറയണം, പ്രാർത്ഥിക്കണം. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള സൗഖ്യമാണ് നടക്കുന്നത്, സാക്ഷ്യം പറയണത്.
അതായത് ആരാധന സമയത്ത് നമ്മൾ ഏതെങ്കിലും രോഗത്തിന് അവിടെ കൈവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പലർക്കും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അച്ഛനും അത് ആ രീതി ഫോളോ ചെയ്യണേ. നിങ്ങളിപ്പോൾ കരൾ രോഗമുള്ളവർ, ഹൃദയ രോഗമുള്ളവർ, പങ്ക്രിയാസിക് രോഗമുള്ളവർ അവിടെ കൈവെക്കുക. എന്നിട്ട് പറയണം, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിലാണ് സൗഖ്യത്തിനായി കൈവെക്കണമെന്ന് പറയണം. നെഞ്ചുവേദനക്കാർ ഇപ്പം തന്നെ ഹെലികോപ്റ്ററുകളെ പിക്ക് ചെയ്ത പേഷ്യൻറ്റിനെ ശ്വാസകോശങ്ങളാണ് ഡയാലിസിസ് ചെയ്തത്. അപ്പം അത്രയും അക്യൂട്ടായിപ്പോയെന്ന് അർത്ഥം. ശ്വാസകോശങ്ങളെ ഡയാലിസിസ് ചെയ്യണത് ഇവിടെ ആദ്യമായിട്ടാണ് സാക്ഷ്യം പറയണത്. അപ്പോൾ എന്തും നടക്കുന്ന ഒരു അവസ്ഥയിലായിട്ടാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കൾ വളരെ ശക്തമായ രീതിയിൽ ഇപ്പം വയറ്റ് ഡിസ്ചാർജ് ഉള്ളവരുണ്ട്. അപ്പോൾ അവർ അടിവയറ്റിലാണ് കൈവെക്കേണ്ടത്. വയറ്റ് ഡിസ്ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കിൻ്റെ അസുഖം. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായത് 18 കൊല്ലമായിട്ട് രോഗമാണ് അപ്പോൾ സുഖപ്പെട്ടത്. ഇനി രക്തസ്രാവം തന്നെ ഉള്ളവരുണ്ടാകാം, അവരും അടിവയറ്റിൽ തന്നെയാണ് കൈവെക്കേണ്ടത്. അണ്ടാശയത്തിൽ കുരുക്കൾ, സിസ്റ്റ് ഉള്ളവരും അടിവയറ്റിൽ കൈവെക്കേണ്ടതാണ്. ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ PCOD ഉള്ളവർ അടിവയറ്റിൽ കൈവെക്കേണ്ടതാണ്. ഇത് വെക്കുമ്പോൾ അതൊക്കെ പറയണം, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യനാഥനടുക്ക് ഞാൻ ഈ രോഗം സമർപ്പിക്കുന്നു. പറഞ്ഞേ, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ ഈ രോഗം ദിവ്യകാരുണ്യനാഥന് സൗഖ്യത്തിനായി സമർപ്പിക്കുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. തൈറോയിഡ് ഉള്ളവർ, സ്പോണ്ടിലോസിസ്, ടോൺസൈറ്റ്, അവരെല്ലാം കഴുത്തിൽ കൈവെക്കുക. എന്നിട്ട് പറയുക, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ ഈ രോഗത്തെ സൗഖ്യത്തിനായി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന. ശ്വാസതടസ്സങ്ങൾ, അസ്ഥിക്കുഴകളുണ്ടാകുന്ന മരവിപ്പ്, അസ്ഥിയുടെ മജ്ജ ഊറ്റിപ്പോകുന്ന കാരണം ഉണ്ടാകുന്ന പൊള്ളൽ, വാതരോഗമുള്ളവർ ഒക്കെ സന്ധികളിലാണ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. കിഡ്നി രോഗമുള്ളവർ പതകിന് കൈവെക്കുക, അതായത് മുതുകിന് താഴെ ഭാഗത്ത്, അതായത് നമ്മളുടെ അരക്കെട്ടിൽ നിന്ന് ഒരു ചാൺ മുകളിൽ കൈവെക്കുക. പ്രാർത്ഥിക്കുക, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ രോഗസൗഖ്യത്തിനായി ഈ രോഗം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ സൗഖ്യത്തിനായി ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. Lord Jesus, I command you in the name of Jesus Christ be healed. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ത്വക്ക് രോഗികളെ സ്പർശിക്കണമേ. വിശുദ്ധ രക്തത്താൽ ത്വക്ക് രോഗികളെ, വിസർപ്പ രോഗികളെ, സോറിയാസിസ് രോഗികളെ അങ്ങ് സ്പർശിക്കണമേ, കഴുകണമേ. കർത്താവേ, കർത്താവേ,
വലിവ്, ശ്വാസം മുട്ടൽ, ആസ്മയുള്ള രോഗികളെ ശ്വാസകോശങ്ങൾ ഓ ഈശോയെ വിശുദ്ധരക്തത്താൽ കഴുകണമേ. വിട്ടുവിട്ട് വരുന്ന രോഗങ്ങൾ, മാറാത്ത രോഗങ്ങൾ, വർഷങ്ങളായി മാസങ്ങളായി മരുന്ന് കഴിക്കുന്ന മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. പരമദിവ്യകാരുണ്യത്തിന് പിതാവേ, അങ്ങേക്കെല്ലാം സാധ്യമാണെന്നുള്ള മർക്കോസ് 14:36 ഇന്നത്തെ ധ്യാനഭജന. നമ്മളെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വീടില്ലാത്ത അവസ്ഥ, സ്ഥലമില്ലാത്ത അവസ്ഥ, സാമ്പത്തിക കടങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, മക്കളില്ലാത്ത അവസ്ഥകൾ എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കും. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, എവിടെ തുടങ്ങണമെന്നറിയാൻ പാടില്ല. അത്ര കൺഫ്യൂഷനായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് പരിശുദ്ധാത്മാവ് നിറയാൻ അത്ര കൺഫ്യൂഷൻ വന്നാൽ അടിയന്തര നടപടി എന്താ? പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അടിയന്തര നടപടി എന്താ? വ്രണത്തിന് മുകളിൽ വെച്ച് കെട്ടുക എന്നുള്ളതാണ് അല്ലേ? അതുപോലെ തന്നെയുള്ള മുറുക്കി കെട്ടണ്ട, പതുക്കെ കെട്ടണമെന്ന്. അതുപോലെ തന്നെയുള്ള വിഷയമാണ്. അത്ര കൺഫ്യൂഷൻ വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല വന്നാൽ അതിൻ്റെ നടപടി എന്താണ്? പരിശുദ്ധാത്മാവ് നിറയുകയാണ്. ആഴത്തിന് മേൽ അന്ധകാരം നിറഞ്ഞ് ഒരു രൂപവും ഇല്ലാതെ വന്നാൽ പിന്നെന്താണ്? ഒന്നിനും തുടങ്ങാൻ പരിശുദ്ധാത്മാവ് നിറയണം. അതാണ് ബൈബിൾ. അങ്ങനെ അത് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ തുടങ്ങണത്. വിശ്വാസിക്ക് അത്ര കൺഫ്യൂഷൻ വന്നാൽ ആത്മാവ് നിറയാൻ പ്രാർത്ഥിക്കണമെന്ന്. കാര്യം എന്ത് ചെയ്യണം? സ്ഥലം വിൽക്കണോ? എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. വിറ്റാൽ വീട് വെക്കാൻ പറ്റത്തില്ല, പക്ഷേ മകളെ കെട്ടിക്കണം. അതാ മകന് ജോലിക്ക് പൈസ കൊടുക്കണോ? ഇപ്പം എന്ത് ചെയ്യണമെന്നറിയാം, കൺഫ്യൂഷൻ വരും. ഇപ്പം കൺഫ്യൂഷനുള്ളവർ ചെയ്യേണ്ടത് എന്താണ്? അതിശക്തമായി ഇപ്പോൾ നമുക്കൊരു 5 ലക്ഷം രൂപയുണ്ട്, പക്ഷേ മകളെ കെട്ടിക്കണം. അത് മകന് ജോലിക്ക് കൊടുത്താൽ അവന് ജോലി കിട്ടിയാൽ ആ പൈസ കൊണ്ട് വീടും വെക്കാം, മകളെയും കെട്ടിക്കാം. പക്ഷേ അത് കിട്ടുമോ ഇല്ലേ അറിയത്തില്ല. അപ്പോൾ വന്ന കല്യാണം പോകുമല്ലോ, എന്തായാലും ആർക്ക് താമസിക്കണം, വീട് വേണ്ടേ, ഇങ്ങനെ കൺഫ്യൂഷനായി പോകും. അപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻ കൂടി വരുമ്പോൾ ഉണ്ടാകുന്നൊരു മാർഗമാണ് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിപ്പോകുന്നവർക്ക് 72 മണിക്കൂറിനുള്ളിൽ ആന്തരിക ബോധം കിട്ടുന്ന ദൈവ തീരുമാനം ഉണ്ടാകാൻ, പരിശുദ്ധാത്മാവ് നിറയാൻ, അവരുടെ സംഘർഷങ്ങളെ പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മക്കളെ, വരുമാന മാർഗം മുട്ടിപ്പോയവർ, മുടിഞ്ഞു പോയവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മനുഷ്യരുടെ മുമ്പിലൊക്കെ അപമാനപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ഉടമ്പടിയുടെ സബ്ജക്റ്റാണത്. അവർക്ക് വീഴുന്നില്ല എന്ന് പറയണത് മനുഷ്യരുടെ മുമ്പിൽ അപമാനപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പം ജപ്തി നടപടിയായാലും കേസായാലും ഇനി നിൻ്റെ കയ്യിൽ തന്നെയാണ് മിസ്റ്റേക്ക് എങ്കിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മ ഒരു മാർഗം കണ്ടുപിടിക്കും. വരുമാന മാർഗം ഇല്ലാത്തവർ, നഷ്ടപ്പെട്ടു പോയവർ, ഒരു വെടിക്കുള്ള മരുന്നുണ്ട്, അത് കയ്യിൽ നിന്ന് പോയാൽ പിന്നെ തീർന്ന് പട്ടിണി കിടക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിലാണ് നീയെങ്കിൽ അത് എന്തിന് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലെങ്കിൽ ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക.
കർത്താവെ, കണ്ണീരോടെ അങ്ങയുടെ അവകാശം ഓഹരിയുമാകുന്ന എല്ലാ മക്കൾക്കും വേണ്ടി അങ്ങയുടെ അഭിഷിക്തൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ വഴി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, pour out His Spirit, touch the fire finger, soak with the precious blood. Lord, increase the spirit of power and grace. കേസുകൾ, വിവാഹത്തിൻ്റെ കേസുകൾ, നിങ്ങളുടെ മക്കൾ പൈശാചികമായ ആത്മാവ് നഷ്ടപ്പെടുത്തുന്ന പ്രണയബന്ധങ്ങളിൽ പോയി ചാടിയിരിക്കുന്നവരെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ സമർപ്പിക്കേണ്ടതും കൂടി സമയമാണ്. ആന്തരിക മുഴകളെയും സ്രാവമുള്ള രോഗങ്ങളെയും കർത്താവ് സുഖപ്പെടുത്തുന്ന അറിയിപ്പുണ്ട്. സ്തുതിയുടെ ഹല്ലേലൂയ. ആകാശ സഞ്ചാരം ചെയ്യുന്നവരെ സുരക്ഷിതത്തിനായിട്ട് പ്രാർത്ഥിക്കണം. ഒരു വിമാനം അപകടനിലയിൽ താഴെ ഇറക്കി പട്ടാളം പോലെ ആളെ ചുറ്റും നിൽക്കുന്ന അറിയിപ്പ്. അപ്പോൾ ആകാശ സഞ്ചാരികളെ സുരക്ഷിതത്തിനായി സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മൗന പ്രാർത്ഥനയുടെ സമയമാണ്. ഏതെങ്കിലും പ്രാർത്ഥന അച്ഛൻ ട്രേസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഓർത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാവുന്നതാണ്. മൗന പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങളുടെ ഏതെങ്കിലും പ്രാർത്ഥന അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഓർത്ത് സമർപ്പിച്ച പ്രാർത്ഥന ആവശ്യം പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നേർച്ച വസ്തു എടുക്കുക. നേർച്ച വസ്തുക്കൾ എടുക്കുക. നേർച്ച വസ്തു എത്തിപ്പിടിക്കുക. സമാപനാശീർവാദം. ഈശോ നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും എല്ലാത്തിനും നന്ദി പറയുക. നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് ഇന്നെന്നെ കർത്താവ് തൊട്ട് ഇന്നെന്നെ അനുഗ്രഹിച്ച് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നു. കർത്താവേ, അതിനേക്കാൾ ഉപരി എനിക്ക് ഈ പുണ്യഭൂമിയിൽ കാലുകുത്താൻ സാധിച്ചല്ലോ കർത്താവേ. നന്ദി പറയുന്നു കർത്താവേ. നന്ദി 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 യേശുവേ. നന്ദി കർത്താവേ. യേശുവേ നന്ദി കർത്താവേ.
സ്തുതി കർത്താവേ, സ്വസ്ത്ര കർത്താവേ, ആരാധന കർത്താവേ, മഹത്വം കർത്താവേ. ഓ ജീസസ്, യേശുവേ നന്ദി കർത്താവേ, യേശുവേ ആരാധന 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 ആരാധന. ദൈവമേ ഒത്തിരി ഒത്തിരി നന്ദി കർത്താവേ. എൻ്റെ ഈശോയേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാനൊക്കെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന, ആരാധിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന, നന്ദി പറയുന്ന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്